ഇതടുത്ത കൊളാട്ടോ. നമ്മളെ വണ്ടിൻ്റെ ഒക്കെ ടയറൊക്കെ ഏകദേശം ലെവലായിക്കണു. എന്താ അപ്പം ഇതിൻ്റെ കഥ? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഒരു MLA ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ഇതൊന്നും ഇത് കൂടെ, അതോ ഇവർ ഈ റോഡ് കൂടെ പോകാത്ത ആളുകളാണോ എന്ന് തോന്നുന്നുണ്ട്. പോകുന്ന ആളുകളാണെങ്കിൽ ഇത് ഏകദേശം കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്താ അത് പാട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം പറയണതൊക്കെ. നല്ല റോഡിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഈ റോഡ് എത്ര കൊല്ലങ്ങളെ ഇങ്ങനെ കിടക്കണമെന്ന് അറിയാമോ? ഇത് ആനക്കയം തിരൂർക്കാട് റോഡാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരിയിൽ നിന്നും പെട്ടെന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന റോഡ്. ആ റോഡിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ. ഇങ്ങനത്തെ റോഡ് ചിലപ്പോൾ ദുനിയാവിൽ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ മഴക്കാലത്തും കുണ്ടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ഇവിടെ. ഈ റോഡിനൊക്കെയാണല്ലോ നമ്മൾ നികുതി അടച്ച് വാഹനം ഓടിക്കുന്ന ഓർക്കുമ്പോണ്ടല്ല സങ്കടം വരെയാണ്. നോക്കിയാൽ നിങ്ങൾ, ഇത് വള്ളിക്കാപ്പറ്റ എത്തുന്നതിന് മുൻപായിട്ടാണ്. എന്താ ഇതിൻ്റെയൊക്കെ ഒരു പാട്? കുളമാണോ റോഡാണോ തിരിച്ചറിയണമെങ്കിൽ ഇതിൽ കൂടെ മന്ത്രിമാർ തന്നെ പോയിക്കൊണ്ട് നോക്കണം, അല്ലെ MLA-മാർ. അവർക്ക് പിന്നെ പോകുമ്പോൾ അറിയില്ലല്ലോ, വലിയ വലിയ വാഹനത്തിലല്ല അവർ പോകണം. നമ്മളെപ്പോലത്തെ ജനങ്ങളാണ് ഈ കുണ്ടിൽ ചാടുന്നത്. കേട്ടോ, വണ്ടികൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. എല്ലാ കൊല്ലവും ഇവിടെ രൂപപ്പെടുന്ന ഒരു പ്രത്യേകതരം കുഴിയാണിത്. ഇത് എന്ത് സൃഷ്ടിയാണെന്നൊരു പിടുത്തമില്ല. ഈ ഒരു കുണ്ടിൻ്റെ ഒക്കെ ഒരു വ്യാപ്തി നിങ്ങൾ കണ്ടാലേ ശരിക്ക് 8ഉം Hഉം എടുക്കാൻ പഠിപ്പിക്കണം ഇതിനാണ് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ കുണ്ടൊക്കെ വെട്ടിച്ച് പോകണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് 8ഒക്കെ എടുപ്പിക്കാൻ പഠിപ്പിക്കണത്. വാഹനങ്ങൾ വരികയാണിത്. മെയിൻ റോഡാണിത്. ആനക്കയത്തുനിന്ന് പെരിന്തൽമണ്ണയൊക്കെ പോണ റോഡ്. ബസ് വരുന്ന നോക്കി. ഈ കുണ്ട് എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവണതാണ്, ഒരു മാറ്റമില്ലാതെ. വാഹനങ്ങൾ അപകടത്തിൽ പെടലുണ്ട് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുപുഴയാണ്. ഞാനിപ്പോൾ നമ്മളെ ആനക്കയം തിരൂർക്കാട് റോഡിലാട്ടോ. അവിടുത്തെ റോഡിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കി കണ്ടോ. ഇതാണ് അവസ്ഥ. എല്ലാ കൊല്ലവും പ്രത്യേക തരത്തിൽ രൂപപ്പെടുന്ന കുഴികളാണ് ഈ റോഡിലുള്ളത്. മെയിൻ വലിയ വലിയ ബസ്സുകളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ റോഡ് കൂടെ ഒക്കെ പോകുന്ന ജനങ്ങളെ സമ്മതിക്കണം. വാഹനത്തിൻ്റെ ലീഫ് ഒടിയൽ, വണ്ടി കുണ്ടിൽ ചാടൽ, ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കുണ്ടിലെ കുഴി ചാടലൊക്കെ. എന്നിട്ടും ജനങ്ങൾ റോഡിലൂടെ പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകണ്ടേ. പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോഴാണ് ഇതുപോലത്തെ കുഴികൾ രൂപപ്പെടുന്നത്. നോക്കിയേ, എത്ര മനോഹരമായ കുഴികളാണ്. ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് പോയാൽ എൻ്റെ നാടുമാണ്, പടിഞ്ഞാറ്റുമുറി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ ദേശീയപാത 66, സംസ്ഥാന പാത, പിന്നെ തീരദേശപാത എന്നൊക്കെ റോഡിൻ്റെ വീഡിയോ എടുത്ത് നടക്കുന്നത്? നോക്കിയേ, ഇതാണ് അവസ്ഥ. അപ്പം ഈ റോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഒന്നും പോകണ്ട, MLA, മലപ്പുറം MLA, അതുപോലെ തന്നെ മങ്കട MLA ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വന്ന് കണ്ടിട്ട് നിങ്ങളിതിനൊരു തീരുമാനം ഉണ്ടായിക്കോളും. കാരണം ഞങ്ങളെപ്പോലത്തെ ജനങ്ങളാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യണത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. കുണ്ട് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുഴികൾ, കുണ്ട് എന്ന് പറയുമ്പോൾ ഇതാകേണ്ട കുഴികൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, അവിടെയുണ്ട്. ഇതാ ഇവിടെ കണ്ടോ നിങ്ങൾ, വാഹനങ്ങളൊക്കെ എന്ത് പതുക്കിയാണ്. ഇപ്പം മഞ്ചേരിയിൽ നിന്ന് പെട്ടെന്നൊന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഒരു ആംബുലൻസ് പോകണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേനും രോഗി ചിലപ്പോൾ അതിൻ്റെ തീരുമാനം ആയിക്കോളും. അങ്ങനത്തെ ഒരു റോഡാണിത്. ഇതുപോലെയുള്ള റോഡ് ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ കൊല്ലവും രൂപപ്പെടുന്ന ഒരു കുഴിയാണിത് കേട്ടോ. എന്നിട്ടും ജനങ്ങൾ ഇതിൽ കൂടെ പോകണം. അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എത്രത്തോളം ബുദ്ധിമുട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇതാ കോഴിക്കാട് പറയുമ്പോൾ വെള്ളില ഭാഗത്തുള്ളൊരു കുഴിയാട്ടോ ഇത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ പെരിന്തൽമണ്ണ ടു മഞ്ചേരി ഒരു മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഓടുന്ന ഒരു റോഡും കൂടിയാണിത്. അത്രയും ഒരു റോഡിൻ്റെ ഒരു ഗുരുതരാവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് ഇപ്പോൾ ഇതൊക്കെ കഥ? എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ ടാക്സ് അടയ്ക്കണമെന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇങ്ങനത്തെ കുണ്ടും കുഴിയും ടാക്സ് അടച്ചിട്ട് നമ്മളെ വണ്ടി നമ്മൾ നാശാക്കണതിനാണ്. എന്നിട്ട് ടാക്സ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈനും വരുന്നുണ്ട്. എന്താ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥകൾ നോക്കിയേ. ഒരു മനുഷ്യൻ്റെ ജീവനും കൊണ്ട് ഒരിക്കലും ഒരു ആംബുലൻസ് ഇതിലൂടെ പോകാൻ പറ്റൂല. അതിന് മുമ്പ് തന്നെ ആൾ തീരുമാനമായിക്കോളും. ഇതാണ് കുഴികളുടെ റോഡ് എന്നറിയപ്പെടുന്ന തിരൂർക്കാട് ആനക്കയം. എന്ന് വെച്ചാൽ തിരൂർക്കാട് നിന്ന് മഞ്ചേരി പോകുന്ന റോഡ് കുഴികളുടെ റോഡ് എന്നറിയുന്ന റോഡാണ് കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം ഇതിനു മുമ്പ് നമ്മൾ മച്ചിങ്ങൽ ഭാഗത്ത് ആ കുഴിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. എന്താ ജനങ്ങൾ കുറേ ആയിക്കൂടെ പ്രതികരിച്ചു എന്നല്ലാണ്ട് അതിനിപ്പോഴും തീരുമാനമായിട്ടില്ല. എല്ലാ കൊല്ലം ഉണ്ടാകുന്ന കുഴി തന്നെയാണ് അതും. അവിടെ ഇപ്പോൾ കുറേ മണ്ണ് നാട്ടുകാർ കൊണ്ടിടും, പിന്നെ അല്ലെങ്കിൽ കോറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് ആ കുഴിയൊക്കെ തൂർത്തിട്ടാണ് വണ്ടി അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു തീരുമാനം ആവണമെന്ന് ലക്ഷണമൊന്നുമില്ല ഈ ഭാഗത്ത്.